മോർണിംഗ്. രാവിലെ ഒരു ക്ലാസ്സിന്, ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ക്ലാസ്സിന് പോവുകയാണ്. അപ്പം എനിക്കൊരു മെസ്സേജ് എൻ്റെ മനസ്സിലോർത്തത് ഒന്ന് തരണമെന്നുള്ളൊരു ഫീലിങ്ങോട് കൂടെ രാവിലെ ഇരുന്നാണ്. എനിക്ക് ഇന്ന് ക്ലാസ്സിനകത്ത് പറയേണ്ട വിഷയം, നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ ഒരു ടേക്ക് ഓഫ് ഉണ്ട് നമ്മുടെ ലൈഫിനകത്ത്. ഈ ടേക്ക് ഓഫിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഒരു 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളതാണ്. ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ഇത് ഞാൻ പ്രത്യേകിച്ചും പറയുന്നത് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന ആളുകളുടെ ഒരു കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. 15 മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ എടുക്കുന്ന സ്റ്റെപ്സ് ആണ് ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. ഈ ടേക്ക് ഓഫ് നന്നായാൽ ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോകും. അതിന് ചെറിയ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു ഫ്ലൈറ്റ്, നമ്മളൊരു യാത്ര ചെയ്യുവാണ്, ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേക്ക് ഓഫ് എന്നുള്ള പോർഷനാണ്. ടേക്ക് ഓഫ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിലേക്ക് വന്നുകൊണ്ട് ഈ വണ്ടിയെ നിലത്ത് നിന്ന് ആകാശത്തേക്ക് ഉയർത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ അടുത്ത് അവർ പ്രത്യേകം പറയും, ആദ്യം തന്നെ നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് സീറ്റ് ബെൽറ്റ് തരും. രണ്ടാമതായിട്ട് അവർ പ്രിക്കോഷൻസ് പറയും, കുറേ കാര്യങ്ങൾ പറയും, ഇതിങ്ങനെയാണ് പോകുന്നത്, ഇത്ര ഫ്ലൈറ്റിലേക്ക് ഇത്ര ഹൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെങ്കിൽ, ഇൻ കേസ് എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ, ഇത് കടലിൽ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇൻ കേസ് ഇങ്ങനെ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള അപകടത്തിൻ്റെ സാധ്യതകളെ അടക്കം പറഞ്ഞുകൊണ്ട് അതിനെടുക്കുന്ന സ്റ്റെപ്സിനെ കുറിച്ച് നമുക്ക് മുൻകൂട്ടി പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ഫ്ലൈറ്റിൽ കയറ്റിയിരുത്തുന്നത്. അതിനർത്ഥം നമ്മൾ അപകടത്തിലേക്ക് പോകുന്നു എന്നുള്ളതല്ല. പക്ഷേ കുറേ പ്രിക്കോഷൻസ്, കുറേ സ്റ്റൈൽ ഓഫ് പ്രിക്കോഷൻസ് നമുക്ക് അവർ ആ സമയത്ത് തന്നിട്ടുണ്ടാകും. അതിനുശേഷം നമ്മൾ വണ്ടി എടുത്ത് മുകളിലേക്ക് പൊന്തിപ്പോയി ഏകദേശം അതിന് വേണ്ട ഒരു ഡിസ്റ്റൻസിലേക്ക് പറന്ന് എത്തിക്കഴിഞ്ഞാൽ പതുക്കെ അത് ഹൊറിസോണ്ടലായിട്ട് വരും. ഹൊറിസോണ്ടലായിട്ട് പറയുമ്പോൾ നമുക്കപ്പോൾ തന്നെ അനൗൺസ് ചെയ്യും, ടിങ് എന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ അതിനുശേഷം നമുക്ക് അനൗൺസ് ചെയ്യും, അതായത് നൗ യു ക്യാൻ റിമൂവ് യുവർ സീറ്റ് ബെൽറ്റ്. അതായത് ഇപ്പം നമുക്ക് സ്മൂത്തായിട്ട് പറക്കാൻ പറ്റുന്ന ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സീറ്റ് ബെൽറ്റിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ പറയും, ഇനി ഇത്ര കിലോമീറ്റർ ഉണ്ട് ട്രാവൽ ചെയ്യാനായിട്ട്, ഇത്ര മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്തും, ഹാവ് എ നൈസ് ജേർണി എന്ന് പറയും. ഈ ഒരു സാധനം തന്നെ നമ്മുടെ ലൈഫിനകത്ത് വരുന്ന ഏറ്റവും ക്രൂഷ്യൽ ടൈമാണ് 15 വയസ്സ് 25 വയസ്സുള്ള പ്രായം. ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്സ് പാരൻസ് പറയുന്നുണ്ടാവാം, ഗാർഡിയൻസ് ആയിട്ട് വരുന്ന ആളുകൾ പറയുന്നുണ്ടാവും, ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നുണ്ടാകാം. പല കാര്യങ്ങളും പ്രിക്കോഷൻസ് ആയിട്ട് അപകട മേഖലയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ അടക്കം പറഞ്ഞുകൊണ്ട് എങ്ങനെ ഈ ടേക്ക് ഓഫ് നന്നാകണമെന്ന് നമുക്ക് ഓരോരുത്തരും പറഞ്ഞു തരുന്നുണ്ടാകാം. അത് അനുഭവങ്ങളായിട്ട് എടുത്തുകൊണ്ട്, കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട്, എവിടേക്ക് പോകണമെന്നുള്ള ലക്ഷ്യം കൃത്യമായിട്ട് വരച്ചുകൊണ്ട്, അതിലേക്ക് ഉള്ള പ്ലാനിങ് ദൃഢനിശ്ചയത്തോടുകൂടെ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ആയിട്ട് നമ്മൾ അതിലേക്ക് അങ്ങ് വണ്ടിയെ എടുക്കുവാണെങ്കിൽ, ടേക്ക് ഓഫ് നന്നായി ചെയ്താൽ ലൈഫ് വളരെ സ്മൂത്താകും. അപ്പോൾ ഉയരം കൂടെ കഴിഞ്ഞാൽ, നല്ല ഉയരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് മരങ്ങളോ കെട്ടിടങ്ങളോ ഒരു തടസ്സങ്ങളോ ഇല്ലാതെ ഭംഗിയായിട്ട് പറക്കാൻ പറ്റും. അവിടേക്ക് എത്തണമെങ്കിൽ ടേക്ക് ഓഫ് നന്നായിട്ട് അതിവേഗം സ്റ്റൈലായിട്ട് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടെ ഏറ്റവും നല്ല ഉയരത്തിലേക്ക് എത്താൻ പറ്റുമ്പോഴാണ് ലൈഫ് വളരെ സ്മൂത്ത് ആകുന്നത്. പലപ്പോഴും ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് അത്ര സുഖകരമായി തോന്നില്ല ടേക്ക് ഓഫിനെ പറ്റി പറയുമ്പോൾ. കാരണം എല്ലാവരും അഡ്വൈസാണ് പറയുന്നത്. ഈ അഡ്വൈസ് പറയാൻ കാരണം എന്താ, നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പോകുകയാണെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് പറയുന്നത് അവരുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടുള്ള എക്സ്പീരിയൻസിനെ ഷെയർ ചെയ്യുകയാണ്. ഈ എക്സ്പീരിയൻസിനെ എടുത്തുകൊണ്ട് അവർ പറയുന്ന രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട്, പ്രിപ്പയർ ചെയ്തുകൊണ്ട്, ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ടേക്ക് ഓഫ് നന്നാക്കുകയാണെങ്കിൽ ലൈഫ് സ്മൂത്താകും. അതിലേക്ക് വരാൻ കഴിയണം, അതിലേക്ക് വരാൻ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ടേക്ക് ഓഫ് ചെയ്യുകയാണ്. ഞങ്ങൾ ടേക്ക് ഓഫ് നടക്കുകയാണ്. ഞാനും എൻ്റെ കൂടെ ഒരു പ്രധാന വ്യക്തിയുണ്ട്, ആളാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തത്. ആ വ്യക്തിയും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഞങ്ങളുടെ ടേക്ക് ഓഫ് ആണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.